മഹാഗുരുശരണം. ഇന്ന് മാർച്ച് 30 ഞായറാഴ്ച. ഇന്ന് സംസ്കൃത മാസം അനുസരിച്ച് ചൈത്രമാസ ആരംഭമാണ്. ചൈത്രമാസം എന്ന് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ദിവസം പൗർണമി വെളുത്തവാവ് വരുന്ന ദിവസമാണ് ചൈത്രമാസം. എല്ലാ സംസ്കൃത മാസങ്ങളും അങ്ങനെയാണ്. ഇനി അടുത്തത് വൈശാഖമാണ്. ഇത് കഴിഞ്ഞാൽ വൈശാഖ മാസത്തിൽ വിശാഖ നക്ഷത്ര ദിവസമായിരിക്കും പൗർണമി വരുന്നത്. അപ്പോൾ അതിൻ്റെ 1-2 ദിവസം അങ്ങോട്ട് ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇത് തൊട്ടാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ യുഗാദി എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യുഗാദിയിൽ ഈ ഓരോ 60 വർഷമാണ് ഇതിൻ്റെ ഈ സംവത്സരം ഇത് വരുന്നത്. അതിൽ ഇന്ന് ആരംഭിക്കുന്ന വിശ്വാവസു നാമ സംവത്സരമാണ് അടുത്ത ഇതുവരെ. അപ്പോൾ ഈ ചിലയിടത്ത് ഈ സമയത്ത് ഫലം നമ്മളെ വിഷുഫലം പോലെ ഇത് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാറ്, ഈ ഫലം പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആൾക്കാർ അന്വേഷിക്കും. എത്ര വരവ്, എത്ര ചെലവ്, എത്ര മിച്ചം, മിച്ച ബജറ്റാണോ കമ്മി ബജറ്റാണോ എന്നൊക്കെ ആലോചിക്കും. കാര്യം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ പ്രതികൂലമായ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ നമ്മൾ കൊണ്ടുപോവുകയാണ്. ദയവ് ചെയ്ത് അത് മാറ്റുക. നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വൈകിട്ട് 8:44 ശനീശ്വരൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കുറേ അധികം ഫയലുകൾ അദ്ദേഹം മാറ്റി, അദ്ദേഹത്തിൻ്റെ ടേബിളിൽ നിന്ന് മാറ്റി കുറച്ചധികം ഫയലുകൾ ടേബിളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചിരുന്നു ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ശനീശ്വരൻ്റെ കസ്റ്റഡിയിൽ വരുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ മീനൻ രാശി ആകുമ്പോൾ 7 ശനി വരുന്നത്, 7 വർഷത്തേക്ക് ശനീശ്വരൻ രക്ഷിക്കുന്ന ആൾക്കാർ. ഞാൻ പോസിറ്റീവായിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാരാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് എന്താണ് 7 ശനിയുടെ അവസാനത്തെ 2.5 വർഷമാണ്. അതിൽ വരുന്നത് പൂരുരുട്ടാതി, മുക്കാല്, ഉത്രട്ടാതി, ഇപ്പുറത്ത് അവിട്ടത്തര, പൂരുരുട്ടാതി, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, അവിട്ടം പകുതി, അവിട്ടത്തര എന്ന് പറഞ്ഞാൽ അവസാനം 30 കഴിക്കുക. ഞാൻ ജ്യോതിഷത്തിൽ ഇത്രയും ബൈഹാർട്ടല്ല എന്ന് പറയണതിൻ്റെ കാര്യം അതാണ്. അവിട്ടത്തര, പിന്നെ ചതയം, പൂരുരുട്ടാതി യുടെയും ഭാഗവും പൂരുരുട്ടാതി. ഇപ്പോൾ 7 ശനിയുടെ കൂട്ടുമ്പോൾ അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, കാലി, ഇത്രയും ഇത് 7 വർഷത്തേക്ക് ശനീശ്വരൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് ആദ്യം പറഞ്ഞ 3 എണ്ണം. ഇനി 2.5 വർഷമേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനൻ രാശിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനി 5 വർഷം ശനീശ്വരൻ കാത്തുകൊള്ളും. അത് കഴിഞ്ഞിട്ട് മേടൻ രാശിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 7.5 വർഷം ശനീശ്വരൻ രക്ഷിച്ചുകൊള്ളും. അത് കഴിഞ്ഞ് വരുന്നത് മിഥുന രാശിയിലുള്ളവരാണ്. മിഥുന രാശിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിൻ്റെ അര, തിരുവാതിര, പിന്നെ പുണർദത്തിൻ്റെ മുക്കാല്. ഈ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. അവരുടെ 10ലാണ്. പിന്നെ കന്നിരാശിയിൽ വരും. ഉത്രത്തിൻ്റെ മുക്കാല്. ഞാൻ പറയണതിൽ ഈ കാല് മുക്കാല് പറഞ്ഞ വ്യത്യാസം വന്നാൽ ക്ഷമിക്കുക കേട്ടോ, എനിക്ക് ബൈഹാർട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉത്രം, അത്തം, ചിത്തിര ഇത്രയും പേർക്ക് 7ലാണ്. 7ാം ഭാവത്തിൽ ശനിയുണ്ട്. അപ്പോൾ അവരുടെ അക്കാര്യങ്ങളിൽ ശനീശ്വരനെ ഇത് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ധനുരാശിയാണ്. ധനുരാശിയുടെ 4ലാണ് ശനീശ്വരൻ വരുന്നത്. അപ്പോൾ മൂലം, പുരാടം, ഉത്രാടത്തിക്കാല്, ഇത്രയും നോക്കിയാൽ മതി, ഇത്രയും നക്ഷത്രങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും ശനീശ്വരൻ നമ്മളെ ശല്യപ്പെടുത്താൻ വരുന്നു നോക്കാണ്ട് നമ്മളെ രക്ഷിക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അബാക്കിൽ ശനീശ്വരൻ്റെ ആ വീഡിയോ ചെയ്തതിന് ശേഷം വളരെയധികം പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശനീശ്വരനെ എങ്ങനെ കാണുന്നുവോ, നമ്മളെങ്ങനെ കാണുന്നുവോ അതനുസരിച്ച് ശനീശ്വരൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പലരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്കും ശനീശ്വരനെ വില്ലാൻ സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ചാണ് അദ്ദേഹത്തെ അനുകൂലമാക്കാനായിട്ട് എങ്ങനെ പോകാം. അപ്പോൾ നമ്മൾ ശനീശ്വരൻ്റെ സ്ഥാനത്ത്, അത് ഒരാൾ വ്യക്തിപരമായിട്ട് ചോദിച്ച കാര്യമാണ്. ഇപ്പോൾ ശനീശ്വരൻ്റെ വാസസ്ഥാനമാണ് എച്ചിലുള്ള സ്ഥലം എന്ന് പറയുന്നത്. അത് ശനീശ്വരൻ വസിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ശനീശ്വരനൊരു വാസസ്ഥാനമുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ വാസസ്ഥാനത്തിരിക്കാനായിട്ട് നമ്മൾ ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. മനസ്സിലായേ? എച്ചിലൊക്കെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്കും ശനീശ്വരൻ അദ്ദേഹത്തിൻ്റെ തന്നെ സിംഹാസനത്തിലിരുന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷം അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വരും.
അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എന്താണ് പ്രഭാവിത്വം തടയാനുള്ള ശക്തി നമ്മുടെ തനമനധന ശരീരത്തിനോ മനസ്സിനോ ധനത്തിനോ ഒന്നും കഴിയില്ല. അതാണ് സത്യം. അപ്പോൾ ചിലർ ചോദിച്ച് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പരിപാലിക്കണ പോലെ ശനീശ്വരൻ്റെ വാസസ്ഥാനം ഇങ്ങനെയാണെങ്കിൽ അവിടെ ഇത് ചെയ്യേണ്ട കാര്യം ഇതാണ് കാര്യം. മനസ്സിലായി? അപ്പോൾ ശനീശ്വരൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ വിരാജമാനാകട്ടെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ സേവ ചെയ്യാം. അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ അതുപോലെ തന്നെ എനിക്ക് കൊച്ചി ക്ഷേത്രത്തിൽ അവിടെ ഒരു കുടുംബത്തിൻ്റെ അവരുടെ പൂജ അഭിഷേകം ചെയ്ത സമയത്ത് വിളിച്ചിരുന്നു. ആദ്യമായിട്ടാണ് അവിടെ പോണത്. അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞ് അവിടെ നരസിംഹ ക്ഷേത്രമുണ്ട്, അവിടെ തൊഴുതു. അപ്പോൾ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലെ ഒരു ഇതിനോടനുബന്ധിച്ചൊരു അംഗനവാടി കുട്ടികളുണ്ട്. അപ്പോൾ അമാവാസി ദിവസമാണ്. അപ്പോൾ അംഗനവാടി കുട്ടികൾ, അപ്പോൾ അവർക്ക് ഇന്നലെ നടന്നില്ല, പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കാൻ ചെറിയ എമൗണ്ട് അവിടെ ഏൽപ്പിച്ചു. അതൊക്കെ ഒരു സന്തോഷമാണ്. 3-3.5 വയസ്സുള്ള കുട്ടികളൊക്കെ നമ്മളൊക്കെ ആ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ സാധാരണ നമ്മൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് സാത്വികമായിട്ടുള്ള ഫുഡ്, ഉള്ളി സവാള ഒന്നും എടുക്കില്ല, അത് ഭഗവാന് നേദിക്കും. അപ്പോൾ അതിൻ്റെ പ്രസാദമായിട്ട് കിട്ടും. അത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളും അതിൻ്റെ ചിട്ടയിൽ വരുന്നതാണ് കേട്ടോ. അവിടെ അന്നദാനമല്ല, ബ്രാഹ്മണ ഭോജനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് നടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ചീട്ടാക്കിയിട്ട് അത് കൊണ്ടുപോകാം, പാത്രത്തിൽ കൊണ്ടുപോകാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അത് ഇന്നലെ അവിടെ അത് സ്വീകരിക്കാൻ സാധിച്ചു, ഇവർ ചീട്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം ആർക്ക് ശനിയാഴ്ചയായിട്ടൊരു എന്തെങ്കിലും ആരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പാട്ടുണ്ടല്ലോ, ആര് വാങ്ങും ഇന്ന് ആര് വാങ്ങും ഇന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം അപ്രമേയ വിലാസലോലയാൻ സുപ്രഭാതത്തിൻ സുസ്മിതം എന്ന് പറഞ്ഞൊരു പാട്ട് പണ്ട് പഠിച്ചിട്ടുണ്ട്. ആരും എഴുതി എന്താണെന്നൊന്നും ഓർമ്മയില്ല. ഞാൻ എന്തെങ്കിലും പേര് പറഞ്ഞ് തെറ്റിച്ച് കഴിഞ്ഞാൽ രമച്ചേച്ചി ദേഷ്യം വരും. അതുകൊണ്ട് സോറി രമച്ചേച്ചി, പേര് പറയുന്നില്ല, ചേച്ചി കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അതുപോലെ അപ്പോൾ ആ സമയത്ത് അവിടെ ഇത് ഇലയൊക്കെ എടുക്കാൻ വന്ന ചേച്ചിക്ക് നമസ്കാരപൂർവ്വം ഞാൻ ചോദിച്ചിതൊന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് ആ ചേച്ചി വാങ്ങിച്ചു. അത് വളരെ സന്തോഷം. പല ആൾക്കാരും പേഴ്സണലി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ടെക്സ്റ്റ് മെസ്സേജാണ്, പക്ഷേ അവരിതൊന്നും ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷെയറിങ് നിർത്തി. ഇപ്പോൾ പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ചിലർ യൂട്യൂബിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്തു, അത് നല്ല കാര്യം, അതാണ് വേണ്ടത്. എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്യാണ്ട് യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. ഓരോരുത്തരുടെയും ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ യൂട്യൂബിൻ്റെ താഴെയുള്ള കമൻ്റ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ അവർ ചെയ്ത കാര്യങ്ങൾ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. കാര്യം അവർക്കറിയില്ലായിരുന്നു ഇത്രയൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോസിറ്റീവ് ഇതുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എന്തൊക്കെ മാത്രം ജീവിതത്തിൽ എത്രമാത്രം അത് പ്രയോജനപ്രദമായെന്ന് ഇപ്പോൾ അവർക്ക് തിരിച്ചറിവ് സംഭവിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ കാര്യത്തിൽ പല കാര്യങ്ങളിലും എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാര്യത്തിലുണ്ട്. പക്ഷേ നമ്മൾ പ്രശ്നങ്ങളുടെ ഭാണ്ഡവും തലയിൽ പേറി നമ്മൾ നടക്കുകയാണ്. നമ്മളിതിനെ എളുപ്പവഴി പോംവഴി നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും പോംവഴി കിട്ടും. ഉത്തമമായ ലളിതമായ പോംവഴി നമുക്ക് കിട്ടും. നമ്മളത് ശ്രമിക്കാത്തതാണ്. അത് ശ്രമിക്കാൻ പറ്റാത്തത് കാർമ്മികമാണ്. ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ തന്നെ എത്ര പേർക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ആകെ 800 പേര് 900 പേരൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ ഉഴലുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് മലയാളികൾ തന്നെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇതാണ്, നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ പലരും അവിചാരിതമായിട്ട് അവർ ചെയ്ത പുണ്യഫലത്തിൻ്റെ ഇതായിട്ട് ഈ വീഡിയോ അവരിൽ എത്തുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഓൺ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഇതിനകത്ത് ആഡ് വരുന്നതായിട്ട് കണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിയാണെന്നത് കേട്ടോ, അതും പറയുന്നു. അപ്പോൾ ഇനിയും കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്യാനുണ്ട്. ഇന്നും നാളെയായിട്ട്. ഇന്നിപ്പോൾ ഒരു ചടങ്ങിന് പോകാനുണ്ട്. പിന്നെ ഇന്നലെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു ചേട്ടൻ, അപ്പോൾ അദ്ദേഹത്തെ വൈകിട്ടൊന്ന് കാണാനുണ്ട് കേട്ടോ. അത് പറയുന്നത് ചിലർ യൂണിവേഴ്സായിട്ട് ചിലരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നു. വേറൊരു ചേച്ചിനെ 2 ആഴ്ച മുമ്പ് എടപ്പള്ളി വെച്ച് കണ്ടിരുന്നു. ആ ചേച്ചിക്ക് ഇതുപോലെ ഗൈഡൻസ് കൊടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി. അപ്പോൾ പല കാര്യങ്ങളും ചിലരെ വിളിക്കാൻ പറ്റാത്തത്, ചിലരുടെ വോയിസ് കാണാൻ പറ്റാത്തത്, സമയപരിമിതിയുണ്ട്. എങ്കിലും ഞാൻ റാൻഡമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടില്ല, മറുപടി തന്നില്ല എന്ന് വെച്ച് ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്. ഞാൻ നോക്കുന്നുണ്ട്, സമയ സൗകര്യം നോക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി എന്നാലാകുന്ന ഗൈഡൻസ് എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ആ പ്രതിപദാരംഭം, ഇന്നത്തെ ഉപാസനയുടെ പുണ്യം ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടം നടക്കാൻ, കുടുംബത്തിൽ
ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി വരാനും ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സോ വ്യാപാരമോ അല്ലോ ജോലിയിലോ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ വീടുകളിൽ, ജോലിസ്ഥലത്ത്, കുട്ടികൾ പഠിക്കുന്നിടത്ത്, കുട്ടികളുടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്ത്, യാത്രകളിൽ എല്ലാം ദേവതകളുടെ പ്രൊട്ടക്ഷൻ കിട്ടാനും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിൽ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സർവീസോ കോഴ്സോ പ്രൊഫഷനിലോ അവർ ജോയിൻ ചെയ്യാനും അവർക്ക് ഓരോ കുലത്തിൻ്റെ സംസ്കാരം അനുസരിച്ചുള്ള ഉത്തമരായ ജീവിത പങ്കാളികളെ ലഭിക്കാനും അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും എല്ലാവരുടെയും കുലദേവതകളുടെ, ഇഷ്ടദേവതകളുടെ, കുടുംബദേവതകളുടെ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെ ജീവിതവും ഉത്തരോത്തരം അഭിവൃദ്ധിയോടെയും സന്തോഷത്തോടെയും എല്ലാവരുടെയും ചിന്തകൾ പോസിറ്റീവ് ആകുകയും അവരുടെ വരുന്ന തോട്ട്സ് പോസിറ്റീവ് ആകുകയും എല്ലാവരും മനസ്സാ വാച കർമ്മണ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിതം പോസിറ്റീവുകളാൽ നിറയുകയും അത് ഈ സമൂഹത്തിൽ പടർന്ന് ഈ സമൂഹം കംപ്ലീറ്റ് എല്ലാവരെയും ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ എന്നുള്ള ധർമ്മത്തിൽ പോയി വളരെ സാത്വികമായ രീതിയിൽ എല്ലാവരും ജീവിതവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. All the best to all. Thank you all.